ആഹാ അൽഫാം വറക്കട്ടെ 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 അൽഫാം വറക്കട്ടെ 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 അവിടെ മൊരിഞ്ഞു വാ എൻ്റെ അൽഫാമേ. എടാ ഷിഞ്ചാനെ പെട്ടെന്നൊന്ന് കസേര എടുത്തോണ്ട് വാണം മോനെ. ആ കസേര എടുത്തിട്ട് പെട്ടെന്ന് വാ ഷിഞ്ചാനെ. ഞാൻ എത്തിപ്പോ ഫ്രാങ്ക്ലിൻ ഭായ്, ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കണാണ്. ഞാൻ പെട്ടെന്ന് വരാ, ഓടി വന്നിട്ട് വേഗം ചിക്കൻ വറുത്തെടുക്കണ്ട പോലെ. ഷിഞ്ചാനെ നീ നമ്മുടെ ചോപ്പിനെയും കൂടെ വേഗം വിളിക്കുക, അവനോടും കൂടെ വരാൻ പറ. അവനുള്ളതേ നല്ല മൊരിഞ്ഞ പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മൊരിഞ്ഞത് വേണമെന്നും പറഞ്ഞ് വേണമായിരുന്നു. ഫ്രാങ്ക്ലിൻ ഭായ്, എനിക്ക് ഉറപ്പായിട്ടും ചെസ് പീസ് തന്നെ കിട്ടൂലേ? ചെസ് പീസ് എന്റെ പീസ് കറക്റ്റായിട്ട് എടുത്ത് മാറ്റി വെച്ചേക്കൂലേ? എടാ ആകെ കൂടെ 4 ചെസ് പീസ് ഉണ്ട്, അതിനകത്ത് ഒരെണ്ണം എനിക്ക് വേണം, ബാക്കി 2 നീ എടുത്തു നമ്മുടെ ചോപ്പിനെ കൊടുക്കണം. അത് മതി. ഓക്കെ, ആര് വന്നിട്ടുണ്ടോ ഫ്രാങ്ക്ലിൻ ഭായ്? നീ ഒന്ന് പോയി നോക്കണം ഷിഞ്ചാനെ പുറത്ത് നിന്നിട്ട് ആരാന്ന്. ഫ്രാങ്ക്ലിൻ ഭായ് നോക്കണ കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെന്ന് നോക്കണ വഴി എന്റെ അൽഫാം പീസ് അടിച്ചു മാറ്റിട്ടുണ്ട് കേട്ടാ. എന്നാലും ആരാണ് ഈ സമയത്ത് വൈകുന്നേരം വന്നേക്കണത്? ആരെവിടെ? മോനെ, എടാ ഫ്രാങ്ക്ലിനെ, നീയായിരുന്നോ ഷിൻചാനെ? എടാ ഫ്രാങ്ക്ലിനോടെ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഫ്രാങ്ക്ലിനോട് മോനെ. ഫ്രാങ്ക്ലിൻ ഭായ് താഴെയുണ്ട്, ചിക്കൻ ചുട്ടോണ്ടിരിക്കണാണ്. വാ താഴത്തോട്ട് പോവാ. ഓക്കെ വാ വാ വാ. എന്താണ് ഫ്രാങ്ക്ലിനെ ചിക്കനൊക്കെ ചുട്ടോണ്ടിരിക്കണല്ലോ? എന്താണ് പരിപാടി ഇന്ന് നിങ്ങൾക്ക്? ഞങ്ങൾ എല്ലാ ശനിയാഴ്ച ചിക്കൻ ചുടാറുണ്ടല്ലോ, അപ്പൊ അതേപോലെ ഈ ശനിയാഴ്ച ചുട്ടുന്നേ ഉള്ളൂ. അതെന്തെങ്കിലും ആവട്ടെ ഫ്രാങ്ക്ലിനെ, ഞാനിന്ന് വന്നേക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മിഷൻ തരാനാണ് നിനക്ക് ഞാൻ ഒരു വർക്ക് തരാൻ വേണ്ടി പോവാണ്. നിനക്കത് ചെയ്യാൻ പറ്റുമോ? അല്ല, മിഷൻ എന്താന്ന് പറഞ്ഞിട്ട് ഓക്കെ പറഞ്ഞാ പോരെ? മിഷൻ വളരെ വളരെ സിമ്പിൾ ആയിട്ടൊരു ദൗത്യമാണ് നിനക്ക് തരാൻ വേണ്ടി പോണത്. നിങ്ങൾ ഒരാളെ തട്ടിക്കൊണ്ടു തന്നെ. എന്താ തട്ടിക്കൊണ്ടുവന്നാ? എടാ ഷിഞ്ചാനെ പുള്ളി പറഞ്ഞ കേട്ടാടാ. എന്റെ ഫ്രാങ്ക്ലിൻ ഭായ്, കാര്യം എന്താന്ന് ആദ്യം പുള്ളി ചോദിക്കി. അതെ, ആദ്യം നീ കാര്യം കേൾക്കേണ്ട ഫ്രാങ്ക്ലിനെ. എടാ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, ചെറുതായിട്ട് നിങ്ങൾ ഒരാളെ തട്ടിക്കൊണ്ടുവന്നാൽ മതി. ഈ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോസ് ആൻഡേഴ്സിൽ തന്നെ ഏറ്റവും പണക്കാരന്റെ മോളായ ശാരദയെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോകണം. നാളെ വൈകിട്ട് അവളൊരു മാളിൽ വരുന്നുണ്ട്. നിങ്ങൾ ആ മാളിൽ അവൾ കയറി ഇറങ്ങുന്ന സമയത്ത് അവളുടെ സെക്യൂരിറ്റി ഗാർഡ്സ് കാണാണ്ട് വേണം നിങ്ങൾ അവളെ അടിച്ചു മാറ്റാനായിട്ട്. അപ്പൊ നിങ്ങൾ ഈ ഡീൽ എടുക്കുന്നുണ്ടോ ഇല്ലയോ? അത് പിന്നെ മൈക്കിൾ ഭായ് പെട്ടെന്നൊക്കെ ഇങ്ങനെ വെച്ച് എങ്ങനെ പറയണത്? ഈ തട്ടിക്കൊണ്ടു പോണ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹെവി റിസ്ക് ഉള്ള പരിപാടിയല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ആലോചിക്കണം, ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ കുറച്ച് സമയം വേണം മൈക്കിൾ ഭായ്. ഓക്കേടാ ഫ്രാങ്ക്ലിനെ, നിങ്ങൾ എന്തായാലും ആലോചിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ തീരുമാനം യെസ് എന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്നെ വിളിച്ച് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ നേരെ ഞാൻ തന്നെ നമ്പറിലൊന്ന് വിളിച്ച് സംസാരിച്ചാൽ മതി. ഓക്കെ മൈക്കിൾ ഭായ്, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ ഞങ്ങളുടെ പ്ലാനിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ തീരുമാനം ഉറപ്പായിട്ട് അറിയിക്കാം. ഓക്കെ ഓക്കെ അത് മതി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഫ്രാങ്ക്ലിനെ, ഞാൻ ഇറങ്ങുവാണ്. ഇനി സംസാരിച്ചേക്കാൻ സമയമില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഇനി 1-2 ഡീലും കൂടി നടത്താനുണ്ട്. സമയം തീർന്നു പോയി. ആ നമ്പർ വേണമെങ്കിൽ ഒന്നുകൂടി കുറിച്ചെടുത്തോ. 65433231. ഇതാണ് നമ്പർ. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇനി നിൽക്കാൻ സമയമില്ല. അപ്പൊ ഞാൻ പോകുന്നു. ബൈ മോനെ. ഞാൻ പോയിട്ട് അടുത്ത ദിവസം വരാടാ. നിങ്ങൾ എന്തായാലും ഡീല് നടത്ത്. അപ്പോഴേക്കും ഞാൻ ബാക്കിയെല്ലാം സംസാരിച്ച് സെറ്റ് ചെയ്ത് നോക്കാം. എന്റെ പുറകെ വരണ്ട. ബൈ ഫ്രാങ്ക്ലിനെ, നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാനായിട്ട്. മൈക്കിൾ ഭായ്, നിങ്ങളിങ്ങനെ ആവശ്യമായിട്ട് പേടിപ്പിക്കല്ലേ. നിങ്ങൾ പോക്കോ ചെല്ലി, ഞാൻ നോക്കിക്കോളാം. പിന്നെ നിങ്ങളെങ്ങാനും പൊളിച്ചു പിടിക്കണമെങ്കിൽ ഒരു കാരണവശാലും എന്റെ പേര് പറയരുത്. കാരണം ഞാനിത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ട് നടത്തുന്ന ഡീലാണ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ മക്കളെ വേണം. ഫ്രാങ്ക്ലിൻ ഭായ്, കറക്റ്റായിട്ട് പൈസ ഇല്ലാത്ത സമയത്ത് മൈക്കിൾ ഒരു കറക്റ്റ് ഡീലായിട്ട് വന്നല്ലോ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇത് ചെയ്യല്ലേ? നീ ഒന്ന് പോയന്റെ ഷിഞ്ചാനെ, നീ ആവശ്യമില്ലാത്ത വള്ളിയൊന്നും നമുക്ക് പിടിക്കേണ്ട കാര്യമില്ല. ഒന്ന് പോയാ ഫ്രാങ്ക്ലിൻ ഭായ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതങ്ങനെ നടത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതിലേക്ക് എത്ര $1 million സംഗതി നീ പറഞ്ഞൊക്കെ ശരിയാണ് ഷിഞ്ചാനെ. പക്ഷെ നമുക്ക് ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ പറ്റില്ല. നിനക്കറിയാലോ, പെട്ടെങ്ങാനും പോയി കഴിഞ്ഞാൽ മൈക്കിളെണ്ണം തടി തെപ്പ അവസാനം. പിന്നെ നമ്മൾ 2 മാത്രം പേടി വരും. പിന്നെ നിന്റെ കാര്യം നോക്കാനായിട്ട് പോലീസുകാർക്ക് ജൂനിയർ ഹോമുണ്ട്. എന്നെയാണ് ഈ കൊണ്ട് സെല്ലിൽ ഒത്തിടും. പോടാ അവിടെ നിന്ന്. ഫ്രാങ്ക്ലിൻ അണ്ണാ, നിങ്ങൾ ഈ മാസം കാണിച്ചിട്ട് വെറുതെ നടന്ന് മാസമായിട്ട് പോകല്ലേ? നിങ്ങൾ ആ ഫോൺ നമ്പർ ഒന്ന് വിളിക്കും. പക്ഷേ ഈ ഷിഞ്ചാനെ കൊണ്ട് വല്ലാത്ത വേണം. നിങ്ങൾ വാ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, ചേട്ടാ, ഞങ്ങള് മൈക്കിള് പറഞ്ഞിട്ട് വിളിക്കട്ടാണ്. ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള കാര്യം പറഞ്ഞിരുന്നില്ലേ? പറയടാ മക്കളെ, നിങ്ങളാണോ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അതെ ചേട്ടാ, ഞങ്ങൾ തന്നെയാ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫോട്ടോയും ലൊക്കേഷനും നിങ്ങളുടെ ഫോണിലെ നമ്പറിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഹാപ്പി ഡീൽ. എടാ ഷിഞ്ചാനെ, പുള്ളി ഹാപ്പി ഡീലും പറഞ്ഞ് ഫോൺ വെച്ച് നീങ്ങ ഒന്നേ വാ, നമുക്ക് വയ്യ നോക്കാം എന്താ പരിപാടി. വാ, കമോൺ. ഫ്രാങ്ക്ലിൻ ഭായ്, ഉറപ്പല്ലേ നമ്മുടെ പണി വാളാൻ സാധ്യത? എനിക്ക് തോന്നുന്നുണ്ട് പണി വാളോന്നാ. നീ എന്തായാലും വണ്ടി കയറി, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാ. എടാ ഷിഞ്ചാനെ, പോണ വഴിക്ക് നമുക്ക് എന്തായാലും ആ തോക്കടയിൽ കയറി കുറച്ച് ഈ തോക്കും കൂടെ വാങ്ങിച്ചിട്ട് പോവാം. ഒരു മെഷീൻ ഗണ്ണ് മേടിക്കാൻ നമുക്ക് പോകാൻ പറ്റില്ല. വേറെ ഒന്നുമല്ല, അവന്മാരുടെ അടുത്തൊക്കെ നല്ല നല്ല മുട്ട സാധനം ഉണ്ടാവും. നല്ല VIP സെക്യൂരിറ്റി ഒക്കെ ആയിരിക്കും പെണ്ണിനുണ്ടാവണത്. എന്തായാലും ആവട്ടെ ഫ്രാങ്ക്ലിൻ ഭായ്, നമ്മൾ എന്തായാലും സാധനം തലയെടുത്ത് വെച്ച് ഇനി ഇപ്പൊ ഇത് ക്ലിയർ ചെയ്യാം. നമ്മൾ പോകുന്നു, നമ്മൾ അവരെ തട്ടിക്കൊണ്ട് വരുന്നു. സിമ്പിൾ പരിപാടി. ഞാനിപ്പോ ആലോചിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് കഴിയുമ്പോഴേക്കും മൈക്കിൾ നമ്മളെ കൈ ഒഴിയുന്ന പുള്ളി കൈ ഒഴിഞ്ഞും കൂടെ ഒഴിയട്ടെ എന്റെ ഫ്രാങ്ക്ലിൻ ഭായ്. നമ്മുടെ ഇതിലേക്ക് $millions അല്ല വരാൻ വേണ്ടി പോണത്. എന്തെങ്കിലും ആവട്ടെ, നമുക്കിന്ന് പൊളിക്കാണ്. അതേ എന്തായാലും കടയെത്തി വാ, നീ ഇറങ്ങി വന്നട ഷിഞ്ചാനെ.
പോയൊരു കിഡിലെ മെഷീൻ ഗണ്ണ് തന്നെ മേടിച്ചിട്ട് വരാം. കമോൺ. ആ ഓക്കെ ഇറങ്ങിക്കോ ഫ്രാങ്ക്ലിൻ ബായ്. നല്ല റേഞ്ച് ഉള്ള സാധനം തന്നെ മേടിക്കണേ. ആ കാര്യം ഞാൻ ഏറ്റട ഷിൻജാനെ. നല്ല കിഡിലെ നല്ല വലിയ നല്ല പവർഫുൾ ആയിട്ടൊരു ഗണ്ണ് തന്നെ വേണം. കമോണ്ടർ ഷിൻജാനെ. ആ കേറി വാടാ കുട്ടാ, നിനക്ക് എന്താണ് വേണ്ടത്? പറയൂ എന്താണ് വേണ്ടത് നിനക്ക്? ചേട്ടാ ഞങ്ങൾക്ക് ഒരു 2 മെഷീൻ ഗണ്ണ് വേണമായിരുന്നു. കിടിലമായിട്ടുള്ള നല്ല വലിയ സ്ഥലം തന്നെ വേണം ചേട്ടാ. ആ പോലെ വിഷയം കണ്ട് ഇവിടെ കുറവാണുള്ളത്. പക്ഷെ ഇപ്പൊ നമുക്കുള്ള സ്റ്റോക്കിൽ ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അപ്പുറത്തിരിക്കുന്നത്. പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ചേട്ടാ പൈസ ഒരു പ്രശ്നമല്ല. ഫ്രാങ്ക്ലിൻ്റെ ഇഷ്ടംപോലെ കാശുണ്ട്, അതുകൊണ്ട് അതൊന്നും ശേ, പ്രശ്നമല്ല. നീ അതൊന്നും പറയണ്ട. നീ അത്ര കായോ? എന്നാ പിന്നെ എന്താ നീ ഇത് തന്നെ എടുത്തു. ഇതാണത് $10,000 നിനക്ക് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഒന്നും നോക്കണ്ട ചേട്ടാ, പാക്ക് ചെയ്തു. ഓ അപ്പൊ ചെക്കൻ പറഞ്ഞോട് നീ ഒരു കില്ലാടി തന്നെ. എന്നാ പിന്നെ നീ ഈ തോക്ക് തന്നെ എടുത്തോടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നീ വെച്ചിട്ട് ആരെയും കൊല്ലാനും നിൽക്കരുത് മോനെ. പയ്യൊക്കെ വേടി വെക്കണം കേട്ടോ. ശരിയെന്നാ ചേട്ടാ തോക്ക് ഞാൻ കുറെ കണ്ടിട്ടുള്ള ചേട്ടാ, അതുകൊണ്ട് ചേട്ടനൊന്നും പറയാതെ നിൽക്കണ്ട. ഞാൻ ഇപ്പൊ പോകണം. ശരിയെന്നാ ബൈക്ക്. എന്റെ ഷിൻജാൻ എന്തൊരു തള്ളടാ പുള്ളി. നീ ഒന്ന് വണ്ടി കയറി. എനിക്ക് പുള്ളിയുടെ തള്ളുകളുടെ തലയിറങ്ങേണ്ടി ഒന്നര പോലെ. ആ അതെ, ഇനിയിപ്പോ ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് പോവാം. നമുക്ക് എന്നാ മോളിന്റെ പരിസരത്ത് കിടക്കാം. എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ അവസ്ഥയൊക്കെ എന്താണെന്ന് ആദ്യം നോക്കാം. അവിടെ എന്തെങ്കിലും പ്രശ്നമുള്ള അന്തരീക്ഷമാണെന്നാണെങ്കിൽ നമുക്ക് മാറി നിന്ന് ദൂരെ നിന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് കുറച്ച് നേരം നോക്കി എന്നിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടും. പെണ്ണിനാണെങ്കിൽ കൊടുക്കത്തെ സെക്യൂരിറ്റി ഉള്ളത് അതാ ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് തോന്നുന്ന സംഭവം. ഇതാ വണ്ടി നമുക്ക് എവിടെയെങ്കിലും ഒതുക്കാതെ ചെയ്യാൻ. ഓ ഇവിടെ തന്നെ സ്ഥലം. ഞാൻ ഒന്ന് ഫോൺ വിളിച്ച് നോക്കട്ടെടാ അവന്മാരാ. ഹലോ, ആ ചേട്ടാ ഞങ്ങളിതാ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആ മാളിന്റെ അവിടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ ടാർഗറ്റ് ഇതുവരെ എത്തിയിട്ടില്ല. അവരെത്താൻ നേരത്ത് ഒരു കുറച്ച് നേരം അവിടെ കഴിയും. ഒരു 6 മണി കഴിയും എന്തായാലും എത്തുമ്പോഴേക്കും. നിങ്ങൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ ഷിൻജാനെ, എടാ അവിടെ എത്തുമ്പോൾ 6 മണിയാകും. നമ്മുടെ ടാർഗറ്റ് എത്താനായിട്ട് സമയമുണ്ട്. നമുക്ക് അപ്പുറത്തെവിടെയും മാറി എന്നിട്ട് നമ്മുടെ ഫുൾ ഫോക്കസ് ഈ സ്ഥലത്തേക്ക് മാത്രം വെക്കടാ. അപ്പോഴേക്കും ഇപ്പൊ അവർ വരുമ്പോഴേക്കും നമുക്ക് അവിടെ നൈസായിട്ട് കിഡ്നാപ്പ് ചെയ്തോണ്ട് പോവാം. ഓഹോ, അതൊരു പെർഫെക്റ്റ് പ്ലാൻ ആണ് ഫ്രാങ്ക്ലിൻ ബായ്. അപ്പൊ ഒന്നും നോക്കാനില്ല, വാ കേറിക്കോ. എന്നെ തള്ളി കൊന്നിട്ട് ബ്ലഡി ഫുൾ ഷിൻജാൻ അവിടെ ഇവിടെ നോക്കിക്കാണ്ട് കിടന്ന് ഇടയാണ്ട് കയറി വന്ന് വണ്ടി കയറടാ. മാറി നിൽക്കുക, ടാർഗറ്റ് ഇപ്പൊ എത്തും. അപ്പൊ എന്തായാലും നമ്മുടെ ടാർഗറ്റ് ഒന്നും ഇവിടെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ അവർ നോട്ടീസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലൂടെ മാറി ഇവിടെ നിൽക്കാം. ഇവിടെ ആകുമ്പോഴേക്കും ഈ മാളിന്റെ ഫ്രണ്ട് ഫുൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് കയറി ആ റോഡിന് നടുക്ക് എവിടെയെങ്കിലും പോയി നിന്നിട്ട് നൈസായിട്ട് നിന്ന് നോക്കാം. കണ്ണുപൊട്ടന്മാരെ പോലെ അഭിനയിച്ച് നിൽക്കാം. അതാകുമ്പോൾ അവന്മാർക്കും മനസ്സിലാവുകയില്ല. വാട ഷിൻജാൻ ഓടിക്കളിക്കല്ലേ. വാടാ റോഡാണ് നോക്കി വാ. ഫ്രാങ്ക്ലിൻ ബായ്, ഞാൻ കറക്റ്റ് ആയിട്ട് ഒരു കണ്ണുപൊട്ടനെ പോലെ ഞാൻ അഭിനയിക്കട്ടെ. ഞാൻ വേണമെങ്കിൽ അഭിനയിക്കാൻ നന്നായിട്ട്. റോഡാണ് മോനെ, കളിക്കല്ലേ. കണ്ണുപൊട്ടനെ പോലെ അഭിനയിച്ച് ചെയ്യുമ്പോഴേക്കും വണ്ടി നിന്നെ കൊണ്ടുപോകും. നീ എന്റെ പുറകെ നൈസായിട്ട് വന്നാൽ മതി. വന്നേ. ഓക്കെ, ബെസ്റ്റ് സ്ഥലം. ഇത്ര നല്ല സ്ഥലത്ത് നല്ല ഫോക്കസോട് നോക്കാം. മറ്റേതാ അവരുടെ വണ്ടി വന്നിട്ടുണ്ട്. അവരുടെ വണ്ടി അവിടെ എത്തിയിട്ടുണ്ടോ ഷിൻജാനെ? ഇതാ കിടക്കുന്ന വൈറ്റ് റേഞ്ചർ ഓവർ തന്നെ അവളുടെ വണ്ടി. അതാ അവിടെ അതേ മല്ലന്മാരെ പോലെ കുറേ പേര് അവിടെ നിൽക്കണുണ്ടല്ലോ. അവന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. നൈസായിട്ട് അതുവഴി നടന്നു പോവാ. ഞാൻ പറഞ്ഞില്ലേ, വാ ഷിൻജാനെ ഇങ്ങോട്ട് സൈഡിലോട്ട് വാടാ. അത് ഇതിൻ്റെ മറയിൽ പോയിക്കാ. വാ ആ ഭാഗത്തേക്കൊന്ന് നോക്കാം. അവിടെ എന്താ ഇവിടെ ഒരുപാട് പേരുണ്ട്. അവിടെ നമ്മൾ നോക്കി കിട്ടിയില്ലെങ്കിൽ അവന്മാർ നെഞ്ചത്ത് തുളയിടും. എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം മോനെ. നൈസായിട്ട് ഇങ്ങോട്ട് നടന്നു നോക്കട്ടെ എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്ന് നോക്കട്ടെ. ഇവിടെ ഒന്നും ഒരവസ്ഥ ഒന്നും പറയാനില്ല. ഈ ചേച്ചി ആണോടാ? അല്ലല്ലോ, ഈ ചേച്ചി അല്ല. നമ്മുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഇതല്ല. ഓക്കെ, അപ്പോൾ ഇതായിരിക്കില്ലല്ലോ, ഇതും ആയിരിക്കില്ല. യാതൊരു വഴിയില്ല. പോട്ടെ അടുത്ത ആള്. ഫ്രാങ്ക്ലിൻ ബായ്, നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരെന്തായാലും മനസ്സിലാക്കും. അതാണ് ഒരു ഐഡിയ എനിക്ക് തോന്നുന്നത്. നമുക്ക് ആ സൈഡിലോട്ട് മാറിയിക്കാം. എന്ത് പറയണേ? അതൊരു നല്ല ഐഡിയ ആണ് ഷിൻജാനെ. ആ പെണ്ണ് ഇവിടെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അവളെ പൊക്കിയെടുക്കും. നീ നേരെ എൻ്റെ പുറകെ ഓടി വന്നോളാം കേട്ടോ ഷിൻജാനെ. ആ ഭാഗത്തെല്ലാം നോക്കാം നമുക്ക്. തേടാ ആ നിൽക്കണല്ലേടാ. ഫോട്ടോ നോക്കട്ടെ. അത് തന്നെ ഷിൻജാനെ. പാടില്ല. നമ്മൾ രക്ഷപ്പെട്ട് നമ്മുടെ ആളെ നമുക്ക് കിട്ടി. നമ്മുടെ ടാർഗറ്റിനെ കിട്ടി. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നേരെ ടാർഗറ്റിനെ പൊക്കണം. നമുക്കിത് ആ സൈഡിൽ കൂടി പോയിട്ട് ഇവരുടെ വണ്ടിയുടെ സൈഡിൽ കൂടി പോയി ഇതാ അവിടെ നിൽക്കാം. ഈ നിൽക്കുന്ന സമയത്ത് ഗ്യാപ്പിൽ നമുക്ക് എന്തെങ്കിലും ഒപ്പിക്കാടാ. എന്റെ ഫ്രാങ്ക്ലിൻ ബായ്, ഒരു കാര്യം ചെയ്യും. നമുക്ക് ഇവിടെ വെച്ചൊരു ബെസ്റ്റ് മാസ്റ്റർ പ്ലാൻ ചെയ്യാം. ഞാനിവിടെ നിൽക്കാം. ആ ഗ്യാപ്പിൽ നിൽക്ക് ഞാൻ നിൽക്കാം. അപ്പോഴേക്കും ഫ്രാങ്ക്ലിൻ ബായ് ആ ഗ്യാപ്പിൽ അപ്പുറത്തോട്ട് കറങ്ങിപ്പോയിട്ട് ഒന്നും നോക്കാനില്ല. പെണ്ണിനെ പൊക്കിയെടുത്തിട്ട് ഫ്രാങ്ക്ലിൻ ബായ് ഓടിക്കും. ഓടുമ്പോൾ ഞാൻ പുറകെ ഉണ്ടാവും. പേടിക്കാൻ ഒന്നുമില്ല. ഞാൻ എങ്ങനെയെങ്കിലും ചാടി വണ്ടി കയറിക്കോളാം. ഓക്കെ. എടാ നല്ല സ്പീഡിൽ ഓടണമെന്നുണ്ട്. പക്ഷെ ഇപ്പഴും ഉടുക്കത്തെ വീട്ടിൽ നമ്മുടെ വണ്ടിയോടെ എടാ ഷിൻജാനെ നമ്മുടെ പുറകെ പോലീസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഷിൻജാനെ? നമ്മുടെ ട്രാക്ക് ചെയ്തവർ നമ്മൾ പുറകെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ഓടി വീട്ടിൽ കയറണം. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അവർ വന്ന് ഇവിടെ കളക്ട് ചെയ്തിട്ട് പൊക്കോളും. നമ്മൾ പിന്നെ
കാര്യങ്ങളൊക്കെ എല്ലാവരും വിളിച്ചറിയും. എനിക്ക് ടെൻഷൻ ആവണ്ട ഷിൻജാനെ, ഇതൊന്നും വേണ്ട ഷിൻജാനെ, നമ്മളെ കുറെ ആൾക്കാർ വേണ്ട. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സംഭവം ടെൻഷനായിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എന്തായാലും പറ്റും. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തണം, വേറെ വഴിയില്ല. പെട്ടെന്ന് വണ്ടി കറക്റ്റ് വീട് ഫ്രാങ്ക്ലിൻ ബൈ. അതിന്റെ ഇടയിൽ കൊല്ലുന്ന ആൾക്കാരെ എന്ത് പണിയാ ഫ്രാങ്ക്ലിൻ ബൈ കാണിക്കാൻ? വേഗം വേഗം എടുത്തിട്ട് പോകും. ഷിൻജാനെ നീ ഒന്ന് കാമായിട്ടിരിക്കും. നമുക്ക് വണ്ടി മുമ്പോട്ട് പോട്ടെ, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ള. ഷിൻജാനെ വി ആർ ട്രാപ്പ്. നമ്മുടെ ബാക്കിലും സൈഡിലും ഫ്രണ്ടിലും ഒക്കെ പോലീസാണ്. ഇതേ നോക്കിയടാ, ബാക്കിൽ ഇതേ പോലീസ് പോലും. അവരെല്ലാം നമ്മളെ തന്നെ നോക്കിയടാ ഷിൻജാനെ, വേണ്ടത് ചേസ് ചെയ്യാനാണ് ഷിൻജാനെ. ഒന്നും നോക്കാനില്ല ഫ്രാങ്ക്ലിൻ ബൈ, വണ്ടി ചവിട്ടി വിട്ടോ. ഇനിയിപ്പൊ എന്ത് സംഭവിച്ചാലും വീടെത്തിയിട്ട് വണ്ടി നിർത്തിയാൽ വെടിയൊക്കെ വെച്ചിട്ടുണ്ടോ? പൊക്കത്ത് ഹെലികോപ്റ്റർ ഒക്കെ വന്നോ ഷിൻജാനെ, പാളി ഷിൻജാനെ. ഹെലികോപ്റ്റർ നമ്മുടെ പുറകെയുള്ളതുകൊണ്ട് നമുക്ക് എവിടെ പോയാലും പണി കിട്ടാനുള്ള സാധ്യത ഷിൻജാനെ. ഞാൻ എന്തെങ്കിലും ഒരു ഉടായ്പ പണി ചെയ്ത് നോക്കട്ടെ, നീ പിടിച്ചിരുന്നോ ഷിൻജാനെ? എന്റെ പൊന്നു ഷിൻജാനെ, അങ്ങനെ ഫൈനലി നമ്മൾ കഷ്ടപ്പെട്ട് വീട്ടിലെത്തി. ഏതൊക്കെ ഇടവഴിയാ കയറുന്നത് എനിക്കൊരു ആൾക്കാരെ വിളിച്ചിട്ട് വേഗം വരാൻ പറയട്ടെ. ഹലോ എന്റെ പൊന്നെ, നിങ്ങൾ എന്ത് കൊട്ടേഷനാണ് ഞങ്ങൾക്ക് തന്നത്? എന്റെ പൊന്നായിട്ട് ഈ കിഡ്നാപ്പിംഗ് ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ പെട്ടെന്ന് നീ ആളെടുത്തിട്ട് പോയേ. ഞങ്ങളുടെ പുറകെ പോലീസ് സാധനമൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ടെൻഷൻ ആവുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങളെന്തിനാ ടെൻഷൻ അടിക്കണം? പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, നമ്മളുണ്ട് കൂടെ. എന്തായാലും ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തും. ഞങ്ങളൊരു അരമണിക്കൂറിനുള്ളിൽ എത്തും. ഞങ്ങളായിട്ട് അവളെ കൊണ്ടുപോയിക്കോളാം. ഓക്കെ. അവിടെ ഷിൻജാനെ, നമ്മൾ മുട്ടം വള്ളിയാന്നോണ്ടാ പിടിച്ചേക്കണത്. എനിക്കാണെങ്കിൽ എന്റെ ദൈവമേ തലേമേലെ എടുത്തിട്ട് പോയി ഈ ചേച്ചിനെ ഞാൻ കസേരയെ കെട്ടി. എന്റെ മക്കളെ, നിങ്ങൾ എന്നെ രക്ഷിക്കണം പ്ലീസ്. ഞാൻ എന്ത് വെള്ളം തരാം, എൻ്റെ ഒരുപാട് പൈസ ഒക്കെ ഉണ്ട്. നിങ്ങൾ അവർക്ക് എന്നെ പിടിച്ചു കൊടുക്കരുത്. അവരെന്റെ കാമുകനാണ്. എന്റെ കല്യാണ ഷോപ്പിങ്ങിന് വേണ്ടി ഞാൻ വന്നതാ. എന്നിട്ട് എന്നെ അവൻ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി. അവന് ഈ കല്യാണം ഇഷ്ടമല്ല. അവനെന്നെ എങ്ങനെയെങ്കിലും കെട്ടണമെന്ന് പറഞ്ഞിട്ടാണ്. അവനൊരു പ്രാന്തനാ മക്കളെ. വി ആർ എക്സ്ട്രീംലി സോറി ചേച്ചി, പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങൾ കൊട്ടേഷൻ എടുത്തു പോയില്ലേ. ഷിൻജാൻ ആൻഡ് ഫ്രാങ്ക്ലിൻ കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ആ കല്യാണം ഉറപ്പിച്ചിട്ടേ ഞങ്ങൾ പിന്നായിരിക്കും. വേണമെങ്കിൽ ആ കല്യാണം കൂടി ഒരു സദ്യ വരെ കഴിക്കും ഞങ്ങൾ. ആഹാ, അല്ല പിന്നെ എടാ, സദ്യ വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചടാ കാലമാടാ. നീ എന്നെ അവർക്ക് പിടിച്ചു കൊടുക്കാണ്ടിരിക്കടാ. എടാ, അവന്റെ അമ്മക്കൊക്കെ ഭ്രാന്താടാ. എനിക്ക് വയ്യടാ, എന്നെ ഒന്ന് രക്ഷിക്കടാ നീയൊക്കെ കൂടെ. പ്ലീസറ മക്കളെ. സോറി ചേച്ചി, സോറി. ഞങ്ങളുടെ കോൺഫിഡൻഷ്യാലിറ്റിയുടെ പ്രൊഫഷണലിസത്തിന്റെയും ഭാഗമായി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ എത്തിക്സ് ഉണ്ട് ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷിൻജാനെ നീങ്ങ വന്നടാ. ഫ്രാങ്ക്ലിൻ ബൈ, നിങ്ങൾ എന്താണ് ഓടല്ലേ ഇങ്ങനെയാണ്? എന്ത് പറ്റി? നിങ്ങൾ ടെൻഷൻ അടിക്കണത് എന്തിനാണ്? പിന്നെ ടെൻഷൻ എന്റെ പൊന്നു ഷിൻജാനെ, നിനക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ വലിയ കുഴപ്പത്തിലാണ് മോനെ ചെന്ന് പെട്ടേക്കണത്. നീ എന്റെ പുറകിൽ വന്നേ, നമുക്ക് ഇവിടേക്ക് നോക്കാം. പോലീസുകാരൊക്കെ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വണ്ടി ഇവിടെ ഇട്ടേക്കണ്. എടാ, നമ്മുടെ വണ്ടി എടുത്ത് മാറ്റില്ല, നമുക്ക് പണിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി എടുത്ത് മാറ്റാനായിട്ട് ആരെങ്കിലും വിളിച്ച് പറയാം. ഫ്രാങ്ക്ലിൻ ബൈ, ഇനിയിപ്പോ മൊബൈലൊന്നും യൂസ് ചെയ്യണ്ട, പണി കിട്ടും. ട്രാക്ക് ചെയ്ത് അവരിങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നവും. ഫ്രാങ്ക്ലിൻ ബൈ, ആ വണ്ടി അവിടെ കിടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇല്ലടാ ഷിൻജാനെ, വണ്ടി അവിടെ എന്തായാലും മാറ്റി പറ്റുള്ളൂ. ഞാൻ വണ്ടി മാറ്റിട്ട് എന്താണെങ്കിലും ആ, എന്നാ പിന്നെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ സമാധാനത്തോടെ നമ്മൾ ഇവിടെ തന്നെ നിൽക്കണം ഷിൻജാനെ. നമുക്കിനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട കേട്ടോ. റിസ്ക്കുള്ള പരിപാടി ഇപ്പൊ നമ്മൾ ചെയ്തേക്കണത്. ഇനി മേലെ ഇങ്ങനത്തെ പരിപാടി നമ്മൾ പിടിക്കൂല. ഇനി ഒരെണ്ണം കാരണവശാലും എന്റെ ഫ്രാങ്ക്ലിൻ ബൈ ഇങ്ങനത്തെ പരിപാടികൾ പിടിക്കണ്ട. മനുഷ്യൻ ടെൻഷൻ അടിച്ചിട്ട് ചെറിയ പ്രായത്തിലേക്ക് ടെൻഷൻ അടിച്ചിട്ട് എന്റെ കണ്ണടിച്ച് പോയി. ആടെ ഷിൻജാനത് പുറത്ത് പണിപ്പാടോ ഷിൻജാനെ? എനിക്കറിയാൻ പാടില്ല ഫ്രാങ്ക്ലിൻ ബൈ, പോയി നോക്കിയ നിങ്ങൾ. അയ്യോ, നൈസായിട്ട് ഒന്ന് നോക്കട്ടെ. ഓ വാവ്, പണിപ്പാളി. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, അല്ല ഗുഡ് ഈവനിങ്. ഞാൻ ഇവിടുത്തെ ലോസ് ആൻഡോസ് ഷെരീഫാണ്. ഞാൻ ഇവിടുത്തെ എസ് ഐ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യം ചോദിക്കാൻ വേണ്ടി വന്നു. നിങ്ങൾ എന്താണ് തിരിഞ്ഞു കളിക്കുന്നത്? നിങ്ങൾ നേരെ നോക്കൂ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് വന്നത്. ഇവിടെ ഈ ഭാഗത്ത് ആരെങ്കിലും ഒരു പെണ്ണിനെ ആയിട്ട് പോകുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ? ഇവിടെ വരെ അയാളുടെ സിഗ്നൽ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരെ വന്നത്. സാറേ, എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയാൻ പാടില്ല. ഞാൻ കിടക്കണായിരുന്നല്ല ഷിൻജാനെ. ഉറങ്ങണേ സാറേ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അതിനെപ്പറ്റി യാതൊരുവിധ കാര്യം ഒന്നും അറിയാൻ പാടില്ല എന്നല്ലേ? ഉറപ്പല്ലേ മോനെ? കൂട്ട ആണോടാ? ഇത് ഞങ്ങൾക്ക് ഒരു പിടിയില്ലാത്തൊരു കാര്യമുണ്ട് സാർ. ഇത് ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ തെറ്റായിട്ടുള്ള കാര്യം. മാനവും മര്യാദയ്ക്ക് ഞങ്ങൾ ജീവിക്കണല്ലേ സാർ ഇവിടെ. അപ്പൊ നിങ്ങൾ വന്നിങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു സാർ, പാടില്ലായിരുന്നു. അതല്ല മോനെ, നിങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നു, അപ്പൊ ഞങ്ങൾ ചെക്കിങ്ങിനായിട്ട് ഇറങ്ങിയതാ, അല്ലാണ്ട് വേറെ പേടിക്കാനൊന്നുമില്ല. നിങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ? സാർ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നാലും അതാ പറഞ്ഞത് സാർ. ഓക്കെ, കുഴപ്പമില്ല സാർ. ഓക്കെ സോറി സാർ, ഞാൻ കിടന്നുറങ്ങട്ടെ. ഞങ്ങൾക്ക് ഉറങ്ങണം. അതാ നാളെ രാവിലെ കൊച്ചിനെ സ്കൂളിൽ വിടാനുള്ളതാണേ. അപ്പൊ ഓക്കെ. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ പറയണേ മോനെ. ഓക്കെ സാർ, ഉറപ്പായിട്ടും. ഗുഡ് നൈറ്റ് സാർ. തൽക്കാലത്തേക്ക് രക്ഷപ്പെടാ. മാമ, പണി പാളോ? ഇനിയിപ്പോ എന്ത് പണി പാടാനായിട്ട്? ഒരു വന്നിട്ട് പോയില്ലേ. ഇനിയിപ്പോ നമ്മുടെ വണ്ടി ഞാൻ നേരത്ത് മാറ്റിക്കൊണ്ട് എന്താ ഇപ്പൊ നന്നായില്ലേ? ഇനിയിപ്പോ അവര് വന്നവരുള്ള കട്ട വെയിറ്റിംഗ് ആണ് നമുക്ക്. ഇനി ആ വെയിറ്റിങ്ങിന് ഇനി എങ്ങനെ ഈ സമയം കൂടി നമ്മൾ തള്ളി നീക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഫൈനലി അങ്ങനെ അവരെ കൊണ്ടുപോകാനായിട്ടുള്ള ആൾക്കാർ താഴെ വന്നിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് താഴെ കൂടി പോയി നോക്കി അവരുടെ സംസാരിച്ച് ഡീൽ ചെയ്ത് നമുക്ക് വേഗം ഈ ഡീല് തീർത്ത് ഒഴിവാക്കാം.
കുറെ നേരം ഇതിന്റെ പുറകെ നടന്നിട്ട് ടെൻഷൻ അടിച്ചോണ്ടിരിക്കണം. നേരെ ഷിൻജാനെ പുറകെ വാടാ. ഈ വഴി തന്നെ പോയി നൈസായിട്ട് നോക്കാം. ഇവന്മാർ ഏത് ടൈപ്പ് ഗ്യാങ് ആണെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും പോട്ടെ, നൈസായിട്ട് പോകൂ. ഓ മൈ ഗോഡ്, എത്തിയിട്ടുണ്ട്. അവന്മാരവിടെ എത്തിയിട്ടുണ്ട്. തീയുടെ തോക്കൊക്കെ ഇട്ട് നിൽക്കണോടാ, ദൈവമേ. ഹലോ മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, ഞങ്ങളാണ് നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നത്. കൊട്ടേഷന്റെ ബാക്കി പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ കാര്യത്തിലേക്ക് കിടക്കുവാണ്. ഞങ്ങളുടെ ആ പെണ്ണുകായിട്ട് തിരിച്ചു പോവാണ്. എന്നാ പിന്നെ നിങ്ങൾ വേഗം പൊക്കോ, ഒട്ടും സമയം കളയണ്ട. ഇവിടെ നേരത്തെ പോലീസുകാരൊക്കെ വന്നതാണ്. അപ്പൊ നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, ഇല്ലെങ്കിൽ ഞങ്ങളെ കൂടെ ട്രാക്ക് ചെയ്യും. ഞങ്ങൾ അകത്തോട്ട് മാറിയിരിക്കുക. അപ്പോഴേക്കും താഴെ ചെയറിൽ അവരെ കെട്ടിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ അവളെ എടുത്തോണ്ട് പോയിക്കോളൂ. ഞങ്ങൾക്ക് ഇനി വേണ്ട. ബൈ. ഓടി വാറ ഷിൻജാനെ. ദൈവമേ, പ്ലഗ് ആയിട്ടുണ്ട് ഫുള്ള് നമുക്ക് ഷിൻജാനെ. എന്റെ ഫ്രാങ്ക്ലിൻ ഭായ്, നമ്മളിനി മേലാൽ ഇതേപോലത്തെ ഒരു പ്രോഗ്രാം പിടിക്കാമുള്ള തട്ടിക്കൊണ്ടുപോലെ നമുക്ക് പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞത് കറക്റ്റാണ് ഷിൻജാനെ. അപ്പൊ നമ്മളിനി മേലെ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യൂല. നമ്മളപ്പോ ഇന്നത്തോടെ ഇങ്ങനത്തെ പരിപാടി എല്ലാം നിർത്തിയിരിക്കുന്നു. അപ്പൊ പ്രോമിസ് ഷിൻജാനെ.